ഏവർക്കും ക്രാഫ്റ്റഡ് മല്ലുവിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഈ വരുന്ന വീക്കിലെ പെർഫോമൻസ് ആണ്. ബാങ്ക് നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യാൻ സാധ്യതയുണ്ട്, അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പ്രിപ്പയർ ആയിരിക്കണം, അതുപോലെ തന്നെ ഈ വരാൻ പോകുന്ന മെയിൻ ഇവന്റ്സ് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സപ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഒട്ടും സമയങ്ങളിൽ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ലാസ്റ്റ് വീക്കിൽ ഞാൻ എന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞു മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അതിന്റെ ട്രെൻഡ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ആകുന്നത് പോലെ കാണുന്നുണ്ട്. നമുക്ക് ഫസ്റ്റ് മാർക്കറ്റ് എന്ത് ട്രെൻഡാണ് ഇപ്പോൾ നടക്കുന്നത്, ഇപ്പൊ എന്താണ് ഇപ്പോൾ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ഓവറോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു കറക്ഷൻ വന്നതിന് ശേഷം മാർക്കറ്റ് സപ്പോർട്ട്സ് എടുക്കുകയാണ്. അതായത് മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യണം ഒരു ഏരിയയിൽ. നമുക്ക് അതിനായിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വരച്ച് കാണിച്ചു തരാം. മാർക്കറ്റ് ഒന്ന് താഴത്ത് വന്നു, ഓക്കെ, സപ്പോർട്ട് എടുക്കും, ലോവർ ലോ ലോവർ ഹൈ, ഓക്കെ, ഈ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ ഈ ഒരു ഏരിയയിൽ എക്സാക്ട് ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഓക്കെ, ഈ ഒരു ഏരിയയിൽ ലോ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ സപ്പോർട്ട് എടുത്തു, ഈ ഏരിയ ഫുള്ള് കൺസോളിഡേറ്റ് ചെയ്തു. കൺസോളിഡേറ്റ് ചെയ്തതിനു ശേഷം ബ്രേക്ക് ഔട്ട്, ഓക്കെ, ഈ ഏരിയയിൽ ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, അപ്പൊ ഇതിന്റെ ബ്രേക്ക് ഔട്ട് ആണ് ഈ ഒരു ഹൈന്റെ ബ്രേക്ക് ഔട്ട്. അതായത് മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഡൗൺ ട്രെൻഡിലെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, റീറ്റെയിലേഴ്സിനെ ട്രാപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈക്ക് മുകളിൽ റീറ്റെയിലറിലെ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു കഴിഞ്ഞ ആഴ്ചകളിൽ. അപ്പൊ അതിനുശേഷം മാർക്കറ്റ് പിന്നെയും അവിടുന്ന് ബയേഴ്സിന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത്, ഓക്കെ, ബയേഴ്സിന് ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് കണ്ടിന്യൂ നോക്കുക. എക്സാറ്റ ഒരു ലോവർ ലോ നോക്കുക, ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു. ഈ ഒരു ഏരിയയിൽ നോക്കുക, ഈ ഒരു ഏരിയയിൽ ക്ലിയർ ആയിട്ട് ഈ ഒരു ലോയെ, അതായത് ലാസ്റ്റ് സ്വിങ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്താണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ സെല്ലേഴ്സിനെ ഫസ്റ്റ് ടൈം ഇവിടെ ട്രാപ്പ് ചെയ്തു. ഓക്കെ, നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് ടൈം ഇവിടെ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നത്. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്താണ്, റീറ്റെയിലല്ല, സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. രണ്ടാമത് ഈ ഏരിയയിൽ എക്സാക്ട് സെല്ലിംഗ്, ഓക്കെ, എക്സാക്ട് സെല്ലിംഗ് ഏരിയയിൽ സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്ത് രണ്ടാമത്തെ ഏരിയ ഇവിടെ ട്രാപ്പ് ചെയ്തു. മൂന്നാമത് ഇതേപോലെ ഒരു ചാർട്ട് പാറ്റേൺ കാണിച്ച് മൂന്നാമത്തെ ഏരിയ ട്രാപ്പ് ചെയ്തു. നാലാമത് ഈ ഏരിയയിൽ ഇവിടെ ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പൊ സ്ലോ ആൻഡ് സ്റ്റഡി ആരെയൊക്കെയാണ് ട്രാപ്പ് ചെയ്യുന്നത്? ക്ലിയർ ആയിട്ട് ബയേഴ്സിനെയും സെല്ലേഴ്സിനെയും ബോത്ത് പ്ലേയേഴ്സിനെയും ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സിനാരിയോ ആണ് ഇപ്പോൾ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് റീറ്റെയിൽ ആയിട്ടുള്ള ബയേഴ്സും വരരുത്, റീറ്റെയിൽ ആയിട്ടുള്ള സെല്ലേഴ്സും വരരുത്. അവർക്ക് മാർക്കറ്റിനെ സൈഡ് വൈസ് ആക്കി ഫുള്ളി ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് മാർക്കറ്റിനെ സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാനാണ്. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് നോക്കുക, ഒരു ക്ലിയർ ഒരു ലോങ് വീക്കെൻഡ്, 3 ദിവസത്തെ വീക്കെൻഡ് വരുന്നത് കൊണ്ട് തന്നെ, ലോങ് വീക്കെൻഡ് വരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റ് എന്താ ചെയ്തത്, എക്സാക്ട് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ആ ഏരിയയിൽ എക്സാക്ട് റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുന്നത് പോലെ കാണിച്ച് ഈ ഏരിയയിൽ അഞ്ചാമതും ഈ സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് നേരെ ഒരു ബ്രേക്ക് ഔട്ട് കൊടുത്തു. ഈ ബ്രേക്ക് ഔട്ട് കൊടുത്തപ്പോൾ ഞാൻ ലൈവായിട്ട് ഇവിടുന്ന് എൻട്രി എടുത്ത് വീഡിയോ എടുത്ത് ഞാൻ കാണിച്ചിരുന്നു. ഇവിടുന്ന് മാർക്കറ്റ് താഴത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ട് താഴത്ത് വരാൻ സാധ്യതയുണ്ട്? ഒന്നാമത്തെ കാര്യം ലോങ് വീക്കെൻഡ് ആണ് വരുന്നത്, നിങ്ങൾ ശ്രദ്ധിക്കുക, ലോങ് വീക്കെൻഡ് ആണ് വരുന്നത്. രണ്ടാമത്തെ കാര്യം മാർക്കറ്റ് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യുമ്പോൾ, ഓക്കെ, മാർക്കറ്റ് ഒരു ട്രെൻഡ് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ സഡൻ ആയിട്ടുള്ള ഒരു ഫോൾ വരും, അത് കറക്ഷൻ ആണ്. സഡൻ ആയിട്ടുള്ള ഒരു ഫോൾ വരാൻ സാധ്യതയാണ്. ഡൗൺ ട്രെൻഡ് അല്ലെങ്കിൽ അപ് ട്രെൻഡിൽ നടക്കുന്ന കാര്യങ്ങളാണ് അത്. ഏത് സൈഡിലുള്ള ട്രെൻഡ് ആണോ ആ ട്രെൻഡ് സ്ലോ ആൻഡ് സ്റ്റഡി മേലോട്ട് പോവുകയും അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള മൂവ് സ്ട്രോങ് ആയിട്ട് വരികയും ചെയ്യും. മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോകുള്ളൂ, പെട്ടെന്ന് തന്നെ ഒരു ക്രാഷ് വരുന്നത് പോലെ കാണിക്കും. അത് ആ ക്രാഷ് വരുന്നതിന്റെ അർത്ഥം തന്നെ നമ്മളെ റീറ്റെയിൽ ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ഒരു ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഒരു ശ്രദ്ധ ഒരിക്കലും അപ് സൈഡിലോട്ട് പോകരുത്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ടെക്നിക്കലാണ്. ഏത് സൈഡിലോട്ടാണ് മാർക്കറ്റ് മൂവ് ആവുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട്, അത് സപ്പോസ് മാർക്കറ്റ് താഴ്ത്തു വരണം, പക്ഷേ ക്വിക്കായിട്ട് മുകളിലോട്ട് മൂവ് ഉണ്ടായും. സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് താഴ്ത്തു വരികയും പെട്ടെന്ന് ക്വിക്കായിട്ട് മൂവ് ഉണ്ടായി ചെയ്യും. സെയിം വൈസ് വേഴ്സ മാർക്കറ്റ് മുകളിലോട്ട് മൂവ് ആകണം. അപ്പോൾ സ്ലോ ഇങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആവുമെങ്കിലും പെട്ടെന്ന് താഴ്ത്തു വരികയും, സ്ലോ ആയ മാർക്കറ്റ് ഇങ്ങനെ പോവുകയും പെട്ടെന്ന് താഴ്ത്തു വരികയും ചെയ്യും. ഇത് ഈ ഒരു സിനാരിയോ മാർക്കറ്റിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം എൻ്റെ ഒരു ബിലീഫ്സ് ഇപ്പോഴും മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി സെൽ സൈഡിനെ ഉപേക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിക്കോട്ടെ, അവർ മാർക്കറ്റിൽ റീ ഇൻവെസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലിയർ ഒരു അപ് ട്രെൻഡ് നമുക്ക് ഇതിനെല്ലാം മുകളിൽ 53,000 എബോവ് പോയതിനു ശേഷം മാത്രമേ നമുക്കൊരു അപ് ട്രെൻഡ് ക്ലിയർ ആയിട്ട്, അതായത് ഈ ഒരു ഏരിയയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മുകളിലോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്കൊരു ക്ലിയർ അപ് ട്രെൻഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അതുവരെയും ഇതേപോലെ ഒരു പാനിക് ക്രിയേഷൻസ്, അതായത് പെട്ടെന്ന് തന്നെ ഒരു സെല്ലിംഗ് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്. ഇന്നലത്തെ ഹൈ, ഓക്കെ, ഇന്ന് ശ്രദ്ധിക്കേണ്ട ഏരിയ ഞാനൊന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഏതൊക്കെയാണ്? പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ് ഡേ ലോ, ഓക്കെ, ഇത് ഓക്കെ, ഒരു മിനിറ്റ്. പ്രീവിയസ് ഡേ ഹൈ, പ്രീവിയസ്
ഡേ ലോ. ഓക്കെ, ഈ രണ്ട് ഏരിയയും ബ്രേക്ക് ചെയ്യുമ്പോൾ ട്രാപ്പ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരണില്ല. ഇത് ഇതുണ്ട് ഈ നോക്കുക, കഴിഞ്ഞ ദിവസത്തെ കഴിഞ്ഞ 2-3 ദിവസത്തെ ഒരു ഹൈ ആയിരുന്നു ഇത്. ഓക്കെ, ആ ഹൈനെ ബ്രേക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴ്ത്തു വന്നു. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി താഴ്ത്തു വന്നു. പക്ഷെ ശ്രദ്ധിക്കേണ്ടത് എന്താ, അതിന്റെ ലോയെ നോക്കുക. ആ ലോയെ ഇവിടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ ഇവിടെ നോക്കുക, ഈ ലോയെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ട്രാപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ട്രാപ്പ് ചെയ്ത് നിൽക്കുന്ന ഏതാണ്, ഞാൻ മുഹൂർത്ത് ട്രേഡിംഗ് പറഞ്ഞത് മാർക്കറ്റ് ഇതൊരു ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിനുശേഷം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി താഴത്തോട്ട് വരുന്നത് പോലെ കാണിച്ചിട്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് ഇന്ന് നാളത്തേക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്. മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി അവിടെ നോക്കേണ്ടത് നിങ്ങളുടെ വോളിയമാണ്. ഓക്കെ, വോളിയമാണ് നിങ്ങൾ ആ ഏരിയയിൽ നോക്കേണ്ടത്. വോളിയം നോക്കുക. വോളിയം മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് ഫസ്റ്റ് അവർ തന്നെ നിങ്ങൾ എൻട്രി എടുക്കണമെന്നല്ല ഞാൻ പറയുന്നത്. മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് ടൈം പാസ് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. നമുക്ക് നോക്കുക, ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഇതിനകത്താണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നതെങ്കിൽ പ്രോബബ്ലി ഓക്കെ, മാർക്കറ്റ് ഒരു ഏതെങ്കിലും ഒരു ട്രെൻഡ് ലൈനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാർക്കറ്റ് ഇങ്ങനെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ സപ്പോർട്ട് ഒന്നും ബ്രേക്ക് ചെയ്തതിനു ശേഷം ഈ ഏരിയയിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്ത് മൂവ് തരികയാണെങ്കിൽ നല്ല രീതിയിൽ മൂവിലോട്ട് മൂവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വരുന്ന മൺഡേയോ അല്ലെ വരുന്ന ദിവസങ്ങളിലോ ഇങ്ങനെ മുകളിലോട്ടൊരു മൂവ് വളരെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതർവൈസ് നല്ലൊരു ഗ്യാപ്പാണ് തരുന്നതെങ്കിൽ, ഓക്കെ, നല്ലൊരു ഗ്യാപ്പാണ് തരുന്നതെങ്കിൽ, അപ്പൊ മാർക്കറ്റ് ഇപ്പം ഓൾറെഡി സെല്ലേഴ്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഏരിയയിൽ നല്ലൊരു സെല്ലിംഗ് ഏരിയ ആണ്. അപ്പൊ ഈ റെസിസ്റ്റൻസിനെ അവർക്ക് ഇല്ലാതാക്കണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നാളെ എന്ത് ചെയ്യും, ഗ്യാപ്പ് തരും. ഗ്യാപ്പ് തരികയാണെങ്കിൽ നോക്കുക, തിരിച്ച് ഈ ഒരു ഏരിയയിൽ, ഓക്കെ, ഈ ഒരു ഏരിയയിൽ തിരിച്ച് വന്ന് മാർക്കറ്റ് സെല്ലിംഗ് എന്ന് ഗ്യാപ്പ് തന്നതിന് ശേഷം സെല്ലിംഗ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി ഓരോ റെസിസ്റ്റൻസിലും നോക്കുക, ഓരോ റെസിസ്റ്റൻസിലും മാർക്കറ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞു കുറച്ച് സെല്ലിംഗ് എന്ന് കാണിക്കും. പക്ഷെ അവിടെ വോളിയം നോക്കാം. നിങ്ങളെ എന്റെ വോളിയം മെമ്പർഷിപ്പ് പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വോളിയത്തിന് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്. മാർക്കറ്റിൽ ഓൾറെഡി മാർക്കറ്റ് മൂവ് ആകുമ്പോൾ, അതായത് അപ്സൈഡിലോട്ട് മൂവ് ആകുമ്പോൾ നല്ല വോളിയം ഉണ്ടായിരിക്കണം. ഈ റീട്രേസ് തരുമ്പോൾ, ഇതേപോലെ റീട്രേസ് തരുമ്പോൾ വോളിയം കുറയുകയാണെങ്കിൽ അവിടുന്ന് പിന്നെ മുകളിലോട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സെയിം ഇതേപോലുള്ള റെസിസ്റ്റൻസിനെ മാർക്ക് ചെയ്യുക. ഈ ഒരു റെസിസ്റ്റൻസ്, ഇതൊക്കെ ഒരു വീക്ക് റെസിസ്റ്റൻസ് ആണ്. ഈ രണ്ടും വീക്ക് റെസിസ്റ്റൻസ് ആണ്. അതിന് മുകളിൽ ഇതൊരു നല്ലൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആണ്, 52,700. ഓക്കെ, പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാൻ യൂസ് ചെയ്യുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ ഇൻഡെക്സിന്റെ ഫ്യൂച്ചർ ചാർട്ടാണ്. ഓക്കെ, 3 മിനിറ്റിലാണ് ഞാൻ 3 മിനിറ്റ് ടൈം ഫ്രെയിമിലാണ് ഞാൻ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇട്ടേക്കുന്നത് 50 മിനിറ്റിലാണ്. അപ്പൊ 52,700, 52,900. ഓക്കെ, 52,700, 52,900 നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അതിനുശേഷം തൊട്ട് സപ്പോർട്ടായിട്ട് 51,400. ഓക്കെ, 51,400 ഈ ഏരിയ ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതിന് താഴത്തോട്ടെല്ലാം ഉണ്ട് 50,800. ഓക്കെ, ഇതൊക്കെ നല്ല സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ബട്ട് എന്നിരുന്നാൽ തന്നെ മാർക്കറ്റ് കുറച്ച് നാൾ ഇങ്ങനെ ഒന്ന് സൈഡ് വേസ് പോയതിനു ശേഷം ഒരു അപ്സൈഡ് മൂവ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മാർക്കറ്റ് ഒരു സ്ലോ ആൻഡ് സ്റ്റഡി അവരുടെ ട്രെൻഡ് വന്ന ക്രാഷിനെ ഒന്ന് കവർ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ്സ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് എന്റെ ഒരു വ്യൂ. പക്ഷെ ഫുള്ളായിട്ട് നമുക്കൊരു അപ് ട്രെൻഡ് നമുക്ക് ഇപ്പം ക്ലിയർ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ഹൈ എല്ലാം ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു മൂവ് വരാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്തതിനു ശേഷം മാർക്കറ്റ് സപ്പോസ് ഇങ്ങനെ മൂവ് ആകുകയാണ്, ഇത് റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് ഉടനെ ചാടി കയറാൻ നിൽക്കരുത്. എപ്പോഴും നിങ്ങൾ ഈ ഒരു ലോ മാർക്കറ്റ് താഴത്തോട്ടാണ് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ഈ ഏരിയയിൽ ബൈ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ ബ്രേക്ക് ഔട്ടിൽ ചാടി കയറരുത്, ബിക്കോസ് അത് താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 2 എൻട്രി ഈ ഏരിയ എന്നുള്ള എൻട്രി എടുക്കാം, അതുപോലെ തന്നെ ഈ ഏരിയ എന്നൊരു എൻട്രി എടുക്കാം. ഇത് ബൈ സൈഡിലോട്ട് മുകളിലോട്ട് എൻട്രിയും ഇവിടുന്ന് ഷോർട്ട് സൈഡിലോട്ട് എൻട്രി എടുക്കാം. ഓക്കെ, എങ്ങനെ ഒന്നുകൂടി ഞാൻ ക്ലിയർ ചെയ്യാം. മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി ഇങ്ങനെ മുകളിലോട്ട് പോവുകയാണ്, ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇതൊരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, മാർക്കറ്റ് മുകളിലോട്ടാണ് ആദ്യമേ ബ്രേക്ക് ഔട്ട് തരുന്നെങ്കിൽ മാർക്കറ്റ് താഴത്ത് വരാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു പുട്ടിന് എൻട്രി എടുക്കാവുന്നതാണ്. അതർവൈസ് മാർക്കറ്റ് ഇങ്ങനെ മൂവ് ആകുകയാണ്. ഓക്കെ, ഇങ്ങനെ മൂവ് ആയി, ഇതൊരു റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തു, ഇതൊരു സപ്പോർട്ടും ക്രിയേറ്റ് ചെയ്തു. മാർക്കറ്റ് താഴത്തോട്ടാണ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നത്, നിങ്ങൾ ഈ ഏരിയന്ന് സിക്ക് ബൈ ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ട് പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും വരുന്ന ദിവസങ്ങളിലൊക്കെ കൂടുതലും. പിന്നെ ഇനി വരാൻ പോകുന്ന നവംബർ 5-ന് ഇലക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രാജ്യത്ത്, ലോകത്തിനെ ഏറ്റവും വലിയ എക്കോണമിക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമായ അമേരിക്കയിലെ ഇലക്ഷൻ ആണ് വരുന്നത്. അതിനകത്ത് ഡൊണാൾഡ് ട്രംപ് ജയിക്കുകയോ അതോ കമല ഹാരിസ് ജയിക്കുകയോ അത് നമുക്കതൊന്നും അറിയേണ്ട കാര്യമില്ല, അവർ ആര് ജയിക്കോട്ടെ. ബട്ട് ഈ ഇലക്ഷന്റെ റിസൾട്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ വലിയ രീതിയിൽ അഫക്ട് ചെയ്യാൻ വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യുക. നിങ്ങൾ ഇത്രയും വിചാരിച്ചാൽ മാത്രം മതി. സ്ലോ സ്റ്റഡി മാർക്കറ്റ് ആയാലും മനുഷ്യനായാലും ഇന്നലെ നാളെ മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ളത്. സോ മാർക്കറ്റിൽ ഓരോ പാനിക്നെസ്സും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ബട്ട് അതിലൊന്നും ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നിങ്ങൾ ശ്രദ്ധയിരിക്കുക, നിങ്ങളുടേതായ അനാലിസിസ് മാത്രം നിങ്ങളുടെ
ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ട്രേഡ് ചെയ്യേണ്ടത് നിങ്ങളുടേതായിട്ടുള്ള മൈൻഡ് സെറ്റിൽ വെച്ചിട്ടാണ്. ഓക്കെ, പിന്നെ എനിക്കൊരു പ്രത്യേക കാര്യം നിങ്ങളോട് പറഞ്ഞു തരാനുള്ള, നിങ്ങൾക്ക് ട്രാപ്പ് ട്രേഡിംഗ് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്ന ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അല്ല ട്രേഡ് ചെയ്യുന്ന ഓക്കെ സെറ്റപ്സും ഒക്കെ പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മെമ്പർഷിപ്പിൽ നിങ്ങൾക്ക് ചേരാവുന്നതാണ്. അത് ചേരാനായിട്ട് ജസ്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് ട്രാപ്പ് ട്രേഡർ മല്ലു ട്രാപ്റ്റോഡ് മല്ലു എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ പ്രൊഫൈൽ കാണാൻ കിട്ടും. എന്റെ ചാനലിനകത്ത് എനിക്ക് യൂട്യൂബ് ഒഴികെ വേറെ ഒന്നിനകത്തും, അതായത് വേറെ ഒരു സോഷ്യൽ മീഡിയയ്ക്ക് അക്കൗണ്ട് ഇല്ല. അതുവഴി നിങ്ങൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ടെലഗ്രാമിന്റെ ഐ ഡി ഉണ്ട്, പേഴ്സണൽ ഐ ഡി ഒഴിച്ച് വേറെ ഒന്നിനകത്തും യൂട്യൂബ് ടെലഗ്രാമിന്റെ എന്റെ പേഴ്സണൽ ഐ ഡി ഒഴിച്ച് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഇടയ്ക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞു, അതായത് പ്രോഫിറ്റ് ഷെയറിങ്, അക്കൗണ്ട് ഹാൻഡ്ലിംഗ് അല്ലെങ്കിൽ ടിപ്സ്, കോൾ, ഇതൊന്നും ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ദയവേത് എന്നെ അറിയിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് അവരോട് നോ എന്ന് തന്നെ പറയുക. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പോവുക, ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് സബ്സ്ക്രൈബർ ബട്ടണിന് തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്. ആ ജോയിൻ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഉടനെ തന്നെ നോക്കുക, അതിന്റെ മെമ്പർഷിപ്പ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പും അഡ്വാൻസ് വോളിയം ട്രാപ്പും. അഡ്വാൻസ് വോളിയം ട്രാപ്പും ഇതിനകത്ത് രണ്ടിനകത്തും ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നല്ല എൻട്രീസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന് വോളിയം വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് വോളിയം. അപ്പൊ ഇതിനകത്ത് ഡെയിലി ബേസിസിലായെങ്കിലും വീക്ക്ലി ബേസ് ആയാലും മന്ത്ലി ബേസ് ആയാലും ഞാൻ വീഡിയോസ് ഇതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ആണ്. അഡ്വാൻസ് വോളിയം ട്രാപ്പിന് 199, ബേസിക് ടു അഡ്വാൻസ് ട്രാപ്പിന് 159 ആണ്. അത് തുടക്കക്കാരാണെങ്കിൽ 159 അത് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കുറച്ചും കൂടി ട്രേഡ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ വോളിയം ട്രാപ്സും കൂടി അതിനകത്ത് ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ വളരെ വിലപിടിപ്പുള്ള കോഴ്സുകൾ വാങ്ങിയാലും 20,000, 50,000, 1 ലക്ഷം ഒക്കെ വാങ്ങിയെങ്കിലും അവരൊന്നും ഒരിക്കലും ഇതേപോലൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യില്ല. ഞാൻ എന്റെ P&L, പ്രോഫിറ്റ് ആൻഡ് ലോസ് വരെ നിങ്ങൾക്ക് എല്ലാം ഞാൻ കാണിച്ചിട്ടുണ്ട്. ഞാൻ എങ്ങനെയാണ് ട്രേഡ് ചെയ്യുന്നത് എല്ലാം ഞാൻ ഒരു ഒളിയും മറിയില്ലാതെ എല്ലാം ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ 100% ആത്മാർത്ഥതയോടുകൂടി ഞാൻ ഇവിടുന്ന് പറഞ്ഞുതരാൻ ശ്രമിക്കുന്നുണ്ട്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% വർത്തിനെസ് ആയിരിക്കും. ഇതിനകത്ത് ജോയിൻ ചെയ്യാനാണ്. ജസ്റ്റ് ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്ത് നമുക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇത് സിമ്പിൾ പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ജോയിൻ ബട്ടൺ കാണാൻ പറ്റുന്നവരാണ് മൊബൈൽ വഴിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളുടെ മൊബൈൽ വഴി നിങ്ങൾ ഡയറക്റ്റ് യൂട്യൂബ് ഓപ്പൺ ചെയ്യാതെ ബ്രൗസർ വഴി യൂട്യൂബ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ജോയിൻ ബട്ടൺ കാണാൻ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, നെക്സ്റ്റ് വീക്കിൽ വരാൻ പോകുന്നത് വലിയൊരു ഇലക്ഷൻ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പവർഫുൾ ആയ കൺട്രിയിലെ ഇലക്ഷൻ ആണ്. അവർക്ക് ഈ ലോകത്തിനെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള പവർ അവരുടെ കയ്യിലുണ്ട്. സോ അത് അവരുടെ ഇലക്ഷൻ റിസൾട്ട് നമ്മുടെ മാർക്കറ്റിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ കെയർഫുൾ ആയിട്ട് ട്രേഡ് ചെയ്യാം. ബട്ട് ഞാൻ ഇത്രയും പറയുന്നുള്ളൂ, സ്ലോ ആൻഡ് സ്റ്റഡി. മാർക്കറ്റ് മുകളിലോട്ട് പോകാനായിട്ടുള്ള സിംറ്റംസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓരോ സ്ഥലത്തും സെല്ലേഴ്സിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. അതിനൊപ്പം തന്നെ ബയേഴ്സിനെ ഈ ഏരിയ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു, ഈ ഏരിയ ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു, ഇവിടെയും ബയേഴ്സിനെ ട്രാപ്പ് ചെയ്തു. അപ്പൊ അതിനർത്ഥം എന്താണ്? അവർക്ക് ഒരിക്കലും ബയേഴ്സിനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ എല്ലാവരുടെയും വ്യൂ താഴത്തോട്ട് എന്നുള്ളതാക്കാൻ നേരത്ത് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡി പുതിയ ഉയരങ്ങളിൽ എത്തിയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ ഏവർക്കും നന്ദി, നമസ്കാരം.